അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹനഫി മദ്ഹബ് പ്രകാരം മനിയ് നജസാണ്. അപ്പോൾ ആ മനിയ് നനവോടുകൂടി വസ്ത്രത്തിൽ പുരണ്ടാൽ അതിനെ കഴുകിക്കളയൽ നിർബന്ധമാണ്. എന്നാൽ വസ്ത്രത്തിൽ പറ്റി വസ്ത്രത്തിൽ പുരണ്ടു ഉണങ്ങിപ്പോയി എങ്കിൽ അത് ഉരച്ചു കളഞ്ഞാൽ മതിയെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. നജസ് കഴുകിക്കളയാൻ വേണ്ടി മാഉൻ മുത്ലഖ്, മഴവെള്ളം പോലെയുള്ള കിണർവെള്ളം പോലെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നജസിനെ നീക്കാൻ പാകപ്പെടുന്ന ശുദ്ധിയുള്ള ദ്രാവകങ്ങൾ കൊണ്ടും നജസിനെ കഴുകി നീക്കാവുന്നതാണ്. അപ്പോൾ സുർക്ക, പനിനീര് പോലെയുള്ള ദ്രാവകങ്ങൾ കൊണ്ട് നജസിനെ നീക്കാവുന്നതാണ്. വുളൂ പോലെയുള്ള ഇബാദത്തുകൾ ചെയ്ത വുളൂ ചെയ്യാൻ ഉപയോഗിച്ച മുസ്തഅമലായ വെള്ളം കൊണ്ടും ഹനഫി മദ്ഹബ് പ്രകാരം നജസിനെ ശുദ്ധിയാക്കാവുന്നതാണ്. എന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം മഴവെള്ളം, പുഴവെള്ളം, കിണർവെള്ളം, കടൽവെള്ളം പോലെയുള്ള വെള്ളങ്ങൾ കൊണ്ട് മാത്രമേ നജസിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുള്ളൂ. വുളൂഇന് ഉപയോഗിച്ച മുസ്തഅമലായ വെള്ളം കൊണ്ട് നജസിനെ നീക്കാൻ പര്യാപ്തമാകുന്നതല്ല. ഹനഫി മദ്ഹബ് പ്രകാരം നജസിനെ നീക്കാൻ ശുദ്ധിയുള്ള ദ്രാവകങ്ങൾ പര്യാപ്തമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഒരു വസ്ത്രത്തിൽ നിന്ന് പിഴിഞ്ഞാൽ പൂർണ്ണമായും വേർപെട്ടു പോകുന്ന ദ്രാവകങ്ങളെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അല്പം കട്ടിയുള്ള ദ്രാവകങ്ങൾ ഈ പറഞ്ഞതുപോലെ നജസിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല. പാല് കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല, എണ്ണ കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല, തേൻ കൊണ്ട് നജസിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് പ്രകാരം മനുഷ്യൻ ജീവിക്കുമ്പോൾ ശുദ്ധിയുള്ളവനാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കർമ്മശാസ്ത്ര വിധി മനിയിൻ്റെ വിധിയിലേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് മയ്യിത്തിനെ നജസായി പരിഗണിച്ച് മയ്യിത്ത് നിസ്കരിക്കാൻ പള്ളിയുടെ ഉള്ളിലേക്ക് വെക്കാറില്ല. അത് മരണപ്പെട്ട മനുഷ്യൻ മനി എന്ന നജാസത്തിൻ്റെ ഹുക്കുമിലേക്ക് മാറി എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ്.